ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം പോകുന്നത് കുട്ടമ്പുഴയിലേക്കാണ്. വനം, റവന്യൂ വകുപ്പുകളുടെ അധികാര വടംവലിയും സർക്കാരിന്റെ നിസ്സംഗതയിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുട്ടമ്പുഴയിലെ നിരവധി മലയോര കർഷകർ. കൈവശാവകാശ രേഖ പോലും ഇല്ലാതെ കുടികിടപ്പുകാരായി ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് കുട്ടമ്പുഴയിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പട്ടയം നൽകി എന്ന അവകാശവാദവുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തള്ളുകയാണ് നാട്ടുകാർ. കാണാം ആൻസി എന്ന തയ്യാറാക്കിയ റിപ്പോർട്ട്. കടവ് കടന്ന് വേണം കല്ലേലിമേട്ടിലേക്ക് പോകാൻ. സർക്കാർ വാഗ്ദാന പ്രകാരം കല്ലേലിമേട്ടിൽ എല്ലാവർക്കും തന്നെ പട്ടയം വിതരണം ചെയ്തു കഴിഞ്ഞു. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഇന്നത്തെ യാത്ര കല്ലേലിമേട്ടിലേക്ക്. ബോർഡ് വെച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്തായിട്ട് ഇവിടെ അന്വേഷിച്ചൊക്കെ ആർക്കും കൊടുത്തിട്ടില്ല. ബോർഡ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ബോർഡിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. നമുക്ക് കയ്യിലേക്ക് കിട്ടണ്ടേ എന്ത് കാര്യമാണെങ്കിലും. കുട്ടമ്പുഴ പഞ്ചായത്തിലെ കല്ലേലിമേട്, മണികണ്ഠൻചാൽ, മാമലക്കണ്ടം, ഉരുളൻതണ്ണി, വടാട്ടുപാറ, ഇഞ്ചത്തൊട്ടി പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് പതിറ്റാണ്ടുകളായി സ്വന്തം മണ്ണിൽ കൈവശരേഖ പോലുമില്ലാതെ കുടികിടപ്പുകാരായി ജീവിക്കുന്നത്. റബ്ബർ, കൊക്കോ തുടങ്ങിയവയാണ് പ്രധാന കൃഷി. 30 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന സദാനന്ദന് പറയാനുള്ളതും പട്ടയം ലഭിക്കാത്തതിന്റെ പരിദേവനം മാത്രം. ഇത് യഥാർത്ഥമാക്കിയെന്ന് പറഞ്ഞിട്ട് പട്ടയം കൊണ്ടുവച്ചതാ. അതിനിപ്പോ രേഖ എവിടെയെന്ന് ആർക്കറിയാം. ഞങ്ങളിത് കൈവശം ഇത് ബാക്കി എഴുതി ഇത് ഞങ്ങൾ പൂരിപ്പിച്ച സ്ഥലത്തിൻ്റെ വിസ്തീർണം കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. തീരുമാനം ഇപ്പോൾ ആര് ഗവൺമെൻറ്റല്ലേ തീരുമാനം എടുക്കണ്ടേ, ഞങ്ങളാണല്ലോ. ഇടുക്കിയുടെ ഭാഗമായിരുന്ന കുട്ടമ്പുഴ പഞ്ചായത്ത് 1997 ശേഷമാണ് എറണാകുളം ജില്ലയോട് കൂട്ടിച്ചേർത്തത്. അതോടെ മലയോര മേഖലയെന്ന പരിഗണനയും നഷ്ടമായി. അതിനു പുറമെ റീസർവേ രേഖയിൽ ഹിൽമൻ സെറ്റിൽമെന്റ് എന്ന് പരാമർശിക്കപ്പെട്ടതും ഭൂമിക്കുമേൽ വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നതും പട്ടയം അനുവദിക്കാൻ തടസ്സമായി. പണ്ട് സെറ്റിൽമെന്റ് ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്, സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാണ്ടിരുന്നത്. അതിനുശേഷം പറഞ്ഞു അത് മാറി ഇപ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞു. ഇതുവരെ അതിൻ്റെ അപേക്ഷ ഔദ്യോഗികമായി സ്വീകരിക്കാനോ ഒരാൾക്ക് പോലും പട്ടയം കൊടുക്കാനുള്ള നടപടികളോ ആയിട്ടില്ല. LDFൻ്റെ നേതൃത്വത്തിൽ പട്ടയം കൊടുത്തു എന്നും പറഞ്ഞൊരു ഫ്ലെക്സ് നിലവിൽ നമ്മുടെ കല്ലേലിമേട്ടിൽ വെച്ചിട്ടുണ്ട്. കുടിയേറ്റ കർഷകരുടെ പട്ടയ പ്രശ്നം പരിഹരിക്കാൻ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രത്യേക പരിഗണന നൽകാറുണ്ടെങ്കിലും അതിന്റെ ആനുകൂല്യം ഇവിടെയുള്ളവർക്ക് ലഭിക്കുന്നില്ല. ഇവിടുന്ന് മാറിപ്പോയാൽ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. ഞങ്ങൾ ഇന്നും കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണ്. പണത് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. ഞങ്ങൾ ഇവിടുന്ന് പോയാൽ എങ്ങനെയാണ് സ്ഥലം വാങ്ങിക്കണേ? ഞങ്ങളിപ്പോൾ കിടക്കുന്ന സ്ഥലം വിറ്റുകൊണ്ട് പോയാലും 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനോ ഒരു വീട് മേടിക്കാനോ. എനിക്ക് 3 മക്കളുണ്ട്. അവർക്ക് 3 മക്കൾ വീതം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ? ഇല്ല. അതായത് ഞങ്ങളിങ്ങനെ ആന സഹിച്ച് ഇങ്ങനെ കിടക്കണു. ഇപ്പം എല്ലാ മൃഗങ്ങളും ഉണ്ട്. 10 സെന്റ് മുതൽ 4 ഏക്കർ വരെ ഭൂമി കൈവശമുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുക്കാനോ വിൽക്കാനോ സാധിക്കുന്നില്ല. മകളുടെ വിദ്യാഭ്യാസ ലോണിനായി ബാങ്കുകൾ കയറി ഇറങ്ങിയതിന്റെ ഓർമ്മകളാണ് മേരിക്ക് പറയാനുള്ളത്. നേഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് ലോണിന് വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട്. അന്നേരം ലോൺ പട്ടയില്ലാത്ത സ്ഥലത്ത് കരം തീർത്ത രസീതില്ലാതെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ലോൺ കിട്ടില്ല, നമുക്ക് ഒരു പിള്ളേരെ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. നട്ടു വളർത്തിയതാണെങ്കിൽ പോലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം മുറിക്കാൻ പോലും ഇവിടത്തുകാർക്ക് അനുവാദമില്ല. അതുകൊണ്ടുതന്നെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ചികിത്സ, ഭവന നിർമ്മാണം തുടങ്ങി പലവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ സാധിക്കാത്തവരാണ് ഇവർ. വേറെ ആനുകൂല്യങ്ങളൊന്നും ഒന്നും കിട്ടില്ല. ആനുകൂല്യം എന്ന് പറയുന്നത് പണയം വെക്കോ അല്ലെങ്കിൽ ചെയ്യാനുള്ളത് കിട്ടില്ല. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ. വന്യമൃഗങ്ങളോട് പോരാടി കൃഷി ചെയ്യുന്ന ഇവർക്ക് നഷ്ടപരിഹാരം പോലും നൽകാനാകാത്ത അവസ്ഥയാണെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു.
വീട് ആന കുത്തി കളയാം, അല്ലെങ്കിൽ വീട് പ്രളയം മറ്റേ കാറ്റും മഴയും വരുമ്പോൾ പോകാം. അങ്ങനെ എങ്ങനെ പോയാലും പട്ടയമില്ലാത്തത് കൊണ്ട് അവർക്ക് നഷ്ടം കിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ പറമ്പിലൊരു വീട് വെക്കണം എന്ന് വിചാരിച്ചു, പട്ടയമില്ലാത്തടത്ത് വീട് വെക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പെർമിറ്റ് കിട്ടില്ല. ഇനിയിപ്പോൾ പെർമിറ്റ് ഇല്ലാണ്ട് നമ്മൾ വീട് വെച്ച് നമ്പർ ഇട്ട് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഇടണമെങ്കിൽ വീടിൻ്റെ താമസത്തിന് അൺഓതറൈസ്ഡ് നമ്പറേ തരുള്ളൂ. ആ നമ്പറിനകത്ത് 3 ഇരട്ടി ടാക്സ് കൊടുക്കണം. ഇപ്പോൾ എങ്ങനെയും ജനത്തിന് പട്ടയമില്ലാത്തതുകൊണ്ട് ജനം വളരെ ദുരിതത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് പട്ടയം കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മാത്രമേ രാഷ്ട്രീയക്കാർ തങ്ങളെപ്പറ്റി ഓർക്കാറുള്ളൂ എന്നും ഇവർക്ക് പരാതിയുണ്ട്. എന്തിനേയും ചെയ്യും, ഒരാനയെ കൊന്ന 25 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മളെ കൊന്ന 10 ലക്ഷം രൂപയുണ്ട്. അതാണ് നമ്മുടെ നിയമം. പിന്നെ ഇവന്മാരെ കുറേ ഇങ്ങനെ ജയിപ്പിച്ചു വിടും. അവരവിടെ ചെന്ന് നമുക്കെതിരായിട്ട് നിയമം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ. കല്ലേലിമേട് അടക്കമുള്ള പ്രദേശവാസികളുടെ നിരവധി കാലത്തെ ആവശ്യമാണ് സ്വന്തമായ ഒരു പട്ടയഭൂമി. വന്യമൃഗങ്ങളോട് പടപൊരുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഇന്നും ഇവർ ഇവിടെ ജീവിക്കുന്നത് സ്വന്തമായി പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കല്ലേലിമേട്ടിൽ നിന്നും രാഹുൽ മുരളിക്കൊപ്പം ആൻസിയന, 24.